ആ ഒരു പശുവല്ലേ ഉള്ളൂ? ഇപ്പൊ ഒന്നേ ഉള്ളൂ, ആദ്യമായിട്ട് ഒന്നും കൂടി മേടിക്കും. അപ്പൊ ഇത്ര നാള് പശുവിന് ഒരു ഇതിന് എന്ത് പറയാനാ സാറേ, ഒരു കീറിയ താർപ്പായുണ്ട്, അത് വലിച്ചേട്ടി അതിന്റെ അടിയിലാണ് ഇപ്പം പശു കിടക്കുന്നത്. ചില ദിവസം അവിടെ കെട്ടിട്ട് വരുമ്പോ നമുക്ക് പശുവിനെ കാണുമ്പോൾ കരച്ചില് വരും. അന്നേരം ഞാൻ കുറെ സമയം അവിടെ തന്നെ നിൽക്കൂ. പശുവിന്റെ ഒരു കമ്പനി ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. നല്ലോണം പാലം കിട്ടുന്ന പശുവല്ലേ? ഇപ്പൊ കുറച്ച് കുറവാ, എന്നാലും കിട്ടൂ. ഇച്ചിരി കടലപ്പുണ്ടാക്ക്, ഇച്ചിരി പരുത്തിക്കുരു, ഇതെല്ലാം കൂടി കലക്കിയിട്ട് നല്ലോണം കൊടുത്താലുണ്ടല്ലോ പാല് സെറസറാന്ന് പറഞ്ഞിട്ട് വരും. ഞാൻ ഐഡിയ കേട്ടിട്ടുണ്ടോ? ഇത് കേട്ടാ മാത്രം പോരാ, കൊടുക്കണം. നിങ്ങളിപ്പോ ഇതിപ്പോ 50,000 രൂപയ്ക്കല്ലേ അപേക്ഷന്? ഇതിലിപ്പോ ഒരു 40 രൂപ പാസ്സാക്കാം. ആദ്യത്തെ ഗഡുവായ 10,000 രൂപ നാളെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. സന്തോഷോ. ഒന്നുമില്ല, നല്ലൊരു വീട്ടിൽ കിടക്കാൻ പശുവിനുണ്ടാവില്ല ആഗ്രഹം. സാറിന് പുണ്യം കിട്ടും. പുണ്യം നിനക്ക് വേണ്ട, പക്ഷെ നീ ഇത് കിട്ടിയിട്ടാകുമ്പോ നീ എന്നെ കണ്ടായോ വന്നിട്ട്? അതെല്ലാം കാണും സാറേ. എന്നാ പിന്നെ പറഞ്ഞ പോലെ. ശരി. ശശിയേട്ടാ, പശുവിന് വെറും പച്ചപ്പുല്ല് മാത്രം കൊടുത്താ പോരാ, പിണ്ണാക്കും പരുത്തിക്കുരും കൊടുക്കണം, എന്നാലേ പാല് കിട്ടും പോലും. എന്റെ പശുവിന് എന്നാ കൊടുക്കേണ്ടത് എനിക്കറിയാം. കൊല്ലം കുറെ പശുവിനെ പോറ്റാൻ തുടങ്ങിയിട്ട്. നീ നിന്റെ പണി നോക്കിക്കോ. പോട്ടെ. ഓക്കെ.